ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സാന്ത്വനം കുടുംബത്തിലെ പുതിയ പുതിയ പ്രശ്നങ്ങൾ, പൊട്ടിത്തെറികൾ കണ്ണൻ ആദ്യം കൊണ്ടുവന്നു. അത് ഏകദേശമൊക്കെ ഒരു ലെവലിൽ എത്തി നിൽക്കുമ്പോഴാണ് അപ്പു നേരെ വട്ടം തിരിയുന്നത്. വട്ടം തിരിഞ്ഞത് മാത്രമല്ല, അപ്പു മറ്റാരും പറയാത്ത രീതിയിലുള്ള സംസാരങ്ങളായി ഇപ്പോൾ എടുത്തിടാൻ തുടങ്ങിയിട്ട്. കണ്ണൻ പോലും ഇത്രത്തോളം അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടില്ലെന്നാണ് അപ്പു ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവരെല്ലാവരും പറയുന്നത്. അത് സത്യമാണ്. അപ്പു ഇപ്പോൾ ധിക്കാരവും അല്ലെങ്കിൽ നന്ദികേടും പറയുന്നത് പോലെ ആരും അവരോടിങ്ങനെ സംസാരിക്കുന്നില്ല. അപ്പുവിനിപ്പോൾ ഇവരാരും വേണ്ട. അപ്പു എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവർക്ക് ആർക്കും അറിയില്ല. ഒന്നും അപ്പുവിന് വേണ്ട, ആരെ അപ്പുവിന് വേണ്ട എന്നൊക്കെയുള്ളൊരു മൈൻഡിലാണ് അപ്പു ഇപ്പം മുന്നോട്ട് പോകുന്നത്. കൊച്ചിൻ്റെ കാര്യങ്ങളിൽ പോലും മറ്റുള്ളവർക്ക് ഇനി അവകാശമോ അധികാരമോ കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് അപ്പു ഇപ്പം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അപ്പു തൻ്റേതായ അഹങ്കാരത്തോടു കൂടി മറ്റുള്ളവരുടെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ പാറി പറന്നു നടക്കുന്നു. ഇതേ സമയത്താണ് നമ്മുടെ ശിവൻ കണ്ണനോട് ആ വാക്ക് കൊടുക്കുന്നത്. നിനക്ക് വേണ്ടുന്ന പൈസ അത് എത്രയാണോ അത് ഞാൻ തന്നോളാമെന്ന്. അങ്ങനെ കണ്ണന് വാക്ക് കൊടുത്തിട്ട് നേരെ പോയി അവരുടെ ആ ഒരു മുതലാളിയെ കണ്ട് അദ്ദേഹത്തിനോട് കട വന്ന് നോക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നു. അങ്ങനെ ആ മുതലാളി വന്ന് കട നോക്കി കഴിഞ്ഞപ്പോഴേക്കും 5 ലക്ഷം രൂപയാണ് അദ്ദേഹം പണയത്തുക പറഞ്ഞത്. പക്ഷേ തൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ ശിവൻ അദ്ദേഹത്തിനോട് ആവർത്തിച്ച് പറഞ്ഞപ്പം നീ ആയതുകൊണ്ട് മാത്രം, അതായത് അദ്ദേഹത്തിൻ്റെ ശത്രുവിൻ്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടി അയാളെ സഹായിച്ചത് ശിവനായതുകൊണ്ട് മാത്രം ശിവന് പറഞ്ഞ തുക കൊടുക്കാം എന്നും സമ്മതിച്ച് 15 ലക്ഷം രൂപ ഏർപ്പാടാക്കി. അങ്ങനെ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരാനും പറഞ്ഞു. കൺമണിയും അതുപോലെ തന്നെ ബഷീർക്ക് എല്ലാവരും ആവുന്നത് പറഞ്ഞു. ഈ കട ഇത്രത്തോളം എത്തിക്കാനായിട്ട് എത്രത്തോളം പാടുപെട്ടതാണ് ശിവ. ഇത് കൊണ്ടുപോയി പണയം വെച്ച് അങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങരുത് എന്ന്. പക്ഷേ മറ്റെന്തിനേക്കാളും വലുത് എനിക്ക് ഞങ്ങളുടെ സ്വാന്തനം വീടിൻ്റെ സന്തോഷവും സമാധാനവുമാണെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശിവൻ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. ഈ കടം നമ്മൾ വീട്ടും, ഈ കടം നമുക്ക് വീട്ടിയെടുക്കാൻ സാധിക്കും. എന്നാലും ദിവസം 5000 രൂപ വെച്ച് എങ്ങനെയാ ശിവ എന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ നടക്കുമെന്നും പറഞ്ഞ് മനസ്സുകൊണ്ട് ആ ഒരു വിശ്വാസം നേടിയെടുത്ത് നമ്മുടെ ശിവൻ ഇങ്ങനെ ആ മുതലാളിയെ കാണാനായിട്ട് പോണു. അങ്ങനെ മുതലാളിയെ കാണാനായിട്ട് പോയി. മുതലാളിയെ കണ്ടു. അദ്ദേഹമായിട്ട് ഇങ്ങനെ പൈസയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നു. പൈസ അദ്ദേഹം എടുത്ത് കൊടുക്കാൻ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുക. അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശിവ ദേ കാശ് ഞാൻ തരും, പക്ഷേ തവണയും അതിൻ്റെ മുതലും പലിശയും കൃത്യമായിട്ട് എൻ്റെ കൈകളിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിലേ നമ്മൾ തമ്മിലുള്ള ഈ സ്നേഹബന്ധം അങ്ങ് തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുവാണ്. അത് കേട്ടപ്പോൾ ശിവൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല മുതലാളി, ഒരിക്കലും മുതലാളിക്കൊരു ഇത് ഞാൻ വരുത്തില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ശിവനെ കുറേ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിന്നെ എനിക്ക് വിശ്വാസമാണ്, പക്ഷേ ഡീലിങ്സ് നടത്തുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയണമല്ലോ ശിവ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതിനോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായി കൊണ്ടുപോകുന്നതിൻ്റെ തുക എൻ്റെ കൈകളിലേക്ക് എത്തിച്ചാൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കുറേ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശിവൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാശൊക്കെ മേടിച്ചിങ്ങ് പോന്നു കേട്ടോ. പോരുന്ന വഴിക്ക് ബാലനെ വിളിക്കുക. ബാലനെ വിളിച്ചിട്ട് ബാലേട്ടനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ശിവൻ, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ വേറെ ആരും അറിയണ്ട ബാലേട്ടാ, എനിക്ക് ബാലേട്ടൻ അത്യാവശ്യമായിട്ട് കാണണം. ശിവേട്ടനോ ഹരിയേട്ടനോടൊന്നും പറയണ്ടെന്ന് ശിവൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരി, എന്തോ പ്രശ്നം ഉണ്ടെന്നോർത്ത് എന്താടാന്ന് ബാലൻ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചു. അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കുക. അപ്പോൾ അനിയൻ വിളിച്ചനുസരിച്ച് നമ്മുടെ ബാലൻ ശിവൻ പറഞ്ഞുകൊടുത്ത് തന്നെ പോയി നിന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക വരാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശിവൻ അങ്ങോട്ടേക്ക് വന്നു. ശിവൻ വന്നു കഴിഞ്ഞപ്പോൾ കയ്യിൽ വലിയൊരു പൊതിയൊക്കെ ഉണ്ട്. ആ സമയത്ത് ബാലൻ ഇത് കണ്ടു. എന്തിനാടാ നീ എന്നെ കാണണമെന്ന് പറഞ്ഞ്, ഇതെന്താ നിൻ്റെ കയ്യിലൊരു പൊതിയൊക്കെ, എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് ബാലേട്ടൻ കയ്യിലേക്ക് പിടിക്കാൻ പറഞ്ഞു. കയ്യിലേക്ക് കൊടുത്തു. ബാലൻ ഇത് മേടിച്ചു. എന്താടാ ഇത് കുറച്ച് പൈസയാണെന്ന് പറഞ്ഞു. പൈസയോ? ഇത് എത്ര രൂപയുണ്ട്? ഇത് 15 ലക്ഷം രൂപയുണ്ട് വലിയേട്ടാ. ഇത് കണ്ണന് കൊടുക്കാനുള്ള പൈസയാണെന്നും ഇത് വലിയേട്ടൻ അവൻ്റെ കൈകളിലേക്ക് കൊടുക്കണം. നമ്മുടെ കുടുംബത്തിൽ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ, ശിവ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? 15 ലക്ഷം രൂപയോ? ഈ 15 ലക്ഷം രൂപ നീ എവിടെ നിന്ന് കൊണ്ടുവന്നു? നിനക്കിത് എവിടെ നിന്ന് കിട്ടി? നീ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പം അത് വന്ന വഴിയൊന്നും വലിയേട്ടൻ അറിയണ്ട. ഇത് കണ്ണന് കൊടുത്തിട്ട് നമ്മുടെ കുടുംബത്തിനോട് അവൻ കാണിക്കുന്ന ഈ ഒരു ഇതിങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞപ്പം, ഇല്ല അത് ഞാൻ ചെയ്യില്ല. ഈ പൈസ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയാതെ ഞാൻ ഇതിൽ നിന്നൊരു നയാ പൈസ പോലും കണ്ണന് കൊടുക്കില്ല. അങ്ങനെ ഇത്രയും വലിയൊരു ബാധ്യത എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നീ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയണം. ചുമ്മാതെയൊന്നും നിനക്കാരും, അല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ ഇത്രയും വലിയ പൈസയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ആരാണ് നിനക്ക് ഈ പൈസ തന്നത്? എന്തിനാണ് നിനക്ക് ഈ പൈസ തന്നത്? എങ്ങനെയാണ് ഈ പൈസ തന്നത്? എങ്ങനെയാണ് നിൻ്റെ കൈകളിലേക്ക് ഈ പൈസ വന്നത്? ഇതൊന്നും അറിയാതെ ഞാനിത് അവന് കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക നമ്മുടെ ബാലൻ. അപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ വേറെ എവിടുന്ന് ആരോടും വാങ്ങിച്ചതൊന്നുമല്ല,
ഊട്ടുപുര പണയം വെച്ച് മാർത്താണ്ഡ മുതലാളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു. ഊട്ടുപുര പണയം വെക്കേ? നിനക്ക് എന്താടാ പറ്റിയത്? നീ എന്താ അബദ്ധം ശിവയി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ബാലൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവുമ്പോഴേക്കും ഇത് അബദ്ധമൊന്നുമല്ല, എനിക്ക് ഊട്ടുപുരയേക്കാൾ വലുതാണ് നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബത്തിൻ്റെ സ്നേഹം, ഒത്തൊരുമ. അതൊന്നും നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം സമ്പാദിച്ചിട്ട് എന്താ വലിയേട്ട കാര്യം? അതുകൊണ്ട് ഇതൊക്കെ അഞ്ജു അറിയുമ്പോൾ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതൊക്കെ അഞ്ജുവും അറിഞ്ഞിട്ട് തന്നെയാണ്, അഞ്ജുവിനോടും പറഞ്ഞിട്ട് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും നമ്മുടെ ശിവനും പറഞ്ഞു. അപ്പോൾ ശിവൻ ഇത് പറഞ്ഞപ്പോൾ ബാലനാണെങ്കിൽ ആകെ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ബാലനാണ് കുറ്റക്കാരൻ. ഇതിപ്പോൾ ചെന്ന് അഞ്ജുവിനോട് നമ്മുടെ ശിവൻ പറയുമ്പോഴും ഈ പൈസ മേടിച്ച നമ്മുടെ ബാലനാകും അഞ്ജുവിൻ്റെ മുന്നിലും കുറ്റക്കാരൻ അല്ലേ? അങ്ങനെ ഈ പൈസ നിർബന്ധിച്ചാണ് ശിവൻ ശരിക്കും പറഞ്ഞാൽ ബാലൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. വേണ്ട വേണ്ട എന്ന് 1000 വട്ടം പറഞ്ഞിട്ടും ഇത് കൊടുത്തേ പറ്റൂ, കുടുംബത്തെ നിലനിർത്തിയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ നിർബന്ധിച്ച് കൊടുത്തതാണ്. പാവം ബാലൻ അത് മേടിച്ചുകൊണ്ട് കണ്ണന് കൊടുക്കാനായിട്ട് പോയി. ഈ സമയത്ത് ശിവൻ വീട്ടിൽ ചെന്നു അഞ്ജുവിനോട് ഈ കാര്യം പറഞ്ഞു. എന്താ ഇത്ര വൈകിയെന്ന് ചോദിച്ചപ്പോഴേക്കും ഇന്നപോലെ പൈസയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അത് വാങ്ങിച്ച് ബാലേട്ടന് കൊടുത്ത കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഇവർ തമ്മിൽ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അഞ്ജു പെട്ടെന്ന് തന്നെ കയറി ഉടക്കി. ശിവേട്ടന് എന്ത് അബദ്ധമായി കാണിച്ചതെന്ന് ചോദിച്ചു. ഊട്ടുപുര കൊണ്ട് ഇത്രയും രൂപയ്ക്ക് പണയം വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിനി എന്ത് ചെയ്യും? ഇനി അങ്ങോട്ട് വരുന്ന ആവശ്യങ്ങളൊക്കെ ശിവേട്ടന് നല്ലതുപോലെ അറിയാവുന്നതല്ല. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ശിവേട്ടൻ എന്തിനാ ഇത്രയും വലിയൊരു ചതി ചെയ്തേ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇതിങ്ങനെ. അപ്പോൾ അത് കേട്ടപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അഞ്ജു, ഇതൊക്കെ നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റുന്ന കാര്യമാണ്, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെ വീട്ടിൽ എടുക്കാൻ നീ പറയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ അഞ്ജുവും നേരെ വട്ടം ഉടക്കി. അത് കഴിഞ്ഞ് അഞ്ജു ശിവനോട് പിന്നെ മിണ്ടിയും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് കഴിഞ്ഞ് നേരെ ദേവിയുടെ അടുത്തേക്ക് ചെന്നു അഞ്ജു. അവിടെ ചെന്ന് കരച്ചിലും പറച്ചിലും കാര്യങ്ങളുമായിട്ട് ദേവിയോട് ബാലേട്ടനെ കുറ്റപ്പെടുത്തി എന്നുള്ള രീതിയിൽ, എന്നാൽ മുഴുവനായിട്ടല്ല പകുതിയോളം കുറ്റപ്പെടുത്തി എന്നുള്ള രീതിയിൽ പറയുക. അപ്പോൾ ബാലേട്ടൻ അത് ഒരിക്കലും ആ പൈസ കൈ നീട്ടി മേടിക്കാൻ പാടില്ലായിരുന്നു, ഞങ്ങളുടെ ആ ഒരു ജീവിതം നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബാലേട്ടൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കൊടുത്തയാൾ ശിവനാണ്, പക്ഷേ കുറ്റം വന്നത് ബാലന്. അങ്ങനെ ഇവർ പറയുന്നതൊക്കെ കേട്ട് ദേവിക്ക് ഇതൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. പാപം ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ദേവിയോട് കുറേ അതും ഇതൊക്കെ പറഞ്ഞ് കണ്ണീരും കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അഞ്ജു അങ്ങ് പോയി. അഞ്ജുവിന് കരയാനല്ലേ പറ്റുള്ളൂ, കാരണം ഇത്രയും പൈസ ബാലൻ്റെ കയ്യിൽ കൊടുത്തു പോയല്ലോ. പക്ഷെ ബാലൻ അത് കൊണ്ടുവന്ന് കണ്ണന് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ, കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ബാലനറിയാം ഇതിൻ്റെയൊക്കെ പിന്നീട് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വരുമെന്ന്. അതുകൊണ്ട് ബാലൻ അതൊക്കെ നോക്കിയും കണ്ടും തന്നെയാണ് നിൽക്കുന്നത്. വീട്ടിലേക്ക് വന്നിട്ടാണെങ്കിലും ബാലന് വലിയ സന്തോഷമോ ചിരിയോ കളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ദേവി അന്നേരം ചോദിച്ചായിരുന്നു എന്താ പറ്റിയത്. അപ്പോൾ ഇത്രയും വലിയ പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും ടെൻഷൻ എന്നാണ് ദേവി വിചാരിച്ചത്. പക്ഷേ അതിനേക്കാളും അപ്പുറം ഒരു ടെൻഷൻ ബാലൻ്റെ മുഖത്ത് ദേവി കണ്ടപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടും ബാലൻ അങ്ങോട്ട് വിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ ആ ഒരു ഇതങ്ങ് കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ദേവൂട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ദേവൂട്ടി അവിടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഈ കൊച്ചിനെ എന്തോ എടുത്തു വെക്കാനായിട്ട് അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു. അപ്പോൾ ദേവി അവിടെ ഡൈനിങ് ടേബിളിൽ എന്തൊക്കെയോ എടുത്ത് വെക്കുകയും തുടയ്ക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ കൊച്ചി എന്ന് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോഴേക്കും അപ്പു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വരവിന് അപ്പു എന്ത് ചെയ്തു, നീ എങ്ങോട്ട് അടിയെന്ന് ചോദിച്ചു. കൊച്ചിനെ പിടിച്ചു നിർത്തി. ഞാനേ അമ്മയോടൊരു കാര്യം ചോദിക്കാനാണെന്ന് പറഞ്ഞപ്പം അമ്മയോ, ആരുടെ അമ്മ? ഇതൊക്കെ തൊട്ടപ്പുറം നിന്ന് ദേവി കേൾക്കുകയാണെന്ന് ഓർക്കണം. നിക്കടി എവിടെയെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മേനെയാണ് വിളിച്ചത്. നിൻ്റെ അമ്മയോ? അവരെ നിന്നെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിച്ചത് ഞാനാ. ഇന്നു മുതൽ നിൻ്റെ അമ്മയും മമ്മിയും എല്ലാം ഞാൻ തന്നെയാണ്, നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും ഞാൻ തന്നെയാണ്. ഇനി നീ ആരുടെയും പിന്നാലെ കുമ്മയെ കമ്മയെന്ന് വിളിച്ച് ഓടാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ വീട്, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു കൊച്ചു ഭയങ്കര വാശി. നീ ഇങ്ങ് വന്നേടി ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ കൺമുന്നിൽ വെച്ച് പിടിച്ചു വലിച്ച് ആ കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ അപ്പു റൂമിലേക്ക് പോണു. അപ്പോൾ അങ്ങനെ റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ദേവി ഇതിങ്ങനെ കണ്ടുകൊണ്ട് കണ്ണിറഞ്ഞ് ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. എന്തെങ്കിലും മിണ്ടിപ്പോയാൽ അപ്പുവിൻ്റെ ഭാവം മാറും, അപ്പുവിൻ്റെ രീതി മാറും, അപ്പു അങ്ങനെ മാറും, അപ്പു ഇങ്ങനെ മാറും, ഇതൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഇവരാരും അപ്പുവിനോട് പ്രതികരിക്കാറ് പോലുമില്ല. അങ്ങനെ അപ്പു കൊച്ചിനോട് അതൊക്കെ പറഞ്ഞ് കൊച്ചിനെയും പിടിച്ച് വലിച്ചു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവി അവിടെ നിന്ന് കുറേ കരയാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? വല്ലവരുടെയും കുഞ്ഞിനെ തൻ്റേതാണെന്ന് എത്ര നാൾ ചിറകിനടിയിൽ ഒളിപ്പിക്കാൻ പറ്റും? അങ്ങനെ അപ്പുവിൻ്റെ കുഞ്ഞിനെ ഇനി ഒരിക്കലും ദേവിക്ക് ചിറകിനടിയിൽ ഒളിപ്പിക്കാൻ കഴിയില്ലെന്നുള്ള ആ ഒരു അറിവ് നമ്മുടെ ദേവിക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ദേവി അതിൻ്റെ പേരിൽ മനസ്സ് നൊന്ത് വേദനിച്ച് അവിടെ അങ്ങനെ നിൽക്കുക. റൂമിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും കൊച്ചു ഭയങ്കര വഴക്കും കാര്യങ്ങളും ഒക്കെ. കൊച്ചിനാണെങ്കിൽ ഇവരെ വേണ്ട, അപ്പുവിനെ വേണ്ട. അപ്പുവിനോട് എനിക്ക് എൻ്റെ അമ്മയുടെ അരികിൽ പോകണം, അമ്മയ്ക്കരികിൽ പോകണം എന്നും പറഞ്ഞ് കൊച്ചു കരച്ചിലോ. കൊച്ചിനെ തല്ലുകയും പിച്ചുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ അപ്പു. കാരണം കൊച്ച് ദേവി അമ്മയെന്ന് വിളിക്കുന്നതിൻ്റെ പേരിലാണ് അപ്പു ഈ കാട്ടായൊക്കെ കാണിക്കുന്നത്.
അങ്ങനെ ആ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കുന്ന പരിപാടികളൊക്കെയാണ് ദേവിയോട് പകരം വീട്ടാൻ വേണ്ടി ഈ അപ്പു കാണിക്കുന്നത്. എന്തായാലും ആ കുഞ്ഞു മനസ്സ് അത്രത്തോളം വേദനിച്ചു, അത്രത്തോളം നോവും ആ കുഞ്ഞിൻ്റെ മനസ്സ് നിറച്ചുണ്ടായി. അതിനൊക്കെ കാരണം അപ്പു തന്നെയല്ലേ. അപ്പു ഇങ്ങനെ ഇതെല്ലാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ കുഞ്ഞിനെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ ഓരോന്നൊക്കെ ചെയ്യിക്കാൻ നോക്കിയാൽ കുഞ്ഞിൻ്റെ സ്വഭാവത്തിന് വല്ല മാറ്റവും വരുമോ? ഒരു മാറ്റവും വരില്ല. അങ്ങനെ അപ്പു കാണിക്കുന്ന ക്രൂരത കൊണ്ട് ആ കുഞ്ഞിന് പെട്ടെന്ന് വയ്യാതായിട്ട് കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല, കുഞ്ഞിന് ശ്വാസം മുട്ടലുണ്ടാകുന്നു. അപ്പോഴേക്കും അപ്പോൾ അവിടെ കിടന്ന് കൊച്ചിൻ്റെ അഭിനയമാണെന്നും പറഞ്ഞു കുറേ നേരത്തേക്ക് കൊച്ചിനെ മൈൻഡേ ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിൻ്റെ അവസ്ഥ വളരെ മോശമായി. അപ്പോൾ ഇതൊന്നും മറ്റുള്ളവരാരും അറിയുന്നില്ലെന്ന് ഓർക്കണം. അപ്പോൾ കൊച്ചിൻ്റെ അവസ്ഥ വല്ലാണ്ട് മോശം. അപ്പോൾ അവരെല്ലാവരും അവിടെയുണ്ട്. ബാലനാണെങ്കിൽ ആകെ വിഷമിച്ച് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ദേവിയാണെങ്കിൽ ഒരു മൂലയ്ക്ക്, അതുപോലെ അഞ്ജുവും ശിവനും വേറൊരു മൂലയ്ക്ക്, കണ്ണൻ വേറൊരു മൂലയ്ക്ക്. അങ്ങനെ എല്ലാവരും പല പല വഴികളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നത്. ആ സമയത്താണ് നമ്മുടെ ഹരി അങ്ങോട്ടേക്ക് വരുന്നത്. ഹരി വന്നപ്പോൾ കൊച്ചിങ്ങനെ കിടന്ന് വല്ലാണ്ട് ആ ഒരു ഇതാവുന്നത് കണ്ടു. അത് കണ്ടപ്പോഴേക്കും കുഞ്ഞിനെന്താ പറ്റിയതെന്ന് ഹരി ചോദിച്ചു. അവളുടെ അമ്മയ്ക്കരികി പോകാത്തതിൻ്റെ പേരിൽ അഭിനയിക്കുന്നു. ഹരി മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ദേവുട്ടി എന്ന് വിളിച്ചപ്പോഴേക്കും കൊച്ചിൻ്റെ അവസ്ഥ വളരെ വളരെ മോശമായി. അങ്ങനെ ഭയങ്കരമായിട്ട് കൊച്ചിന് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. നീ എന്താ അപ്പു ഈ പറയുന്നത്? കുഞ്ഞ് അഭിനയിക്കുന്നോ? കുഞ്ഞിനെ തീരെ വയ്യ, നീ എൻ്റെ അമ്മയാ എന്നും ചോദിച്ചുകൊണ്ട് കൊച്ചിന് വാരി എടുത്തുകൊണ്ട് നമ്മുടെ ഹരി വേഗം തന്നെ ഓടുക. അപ്പോഴേക്കും അപ്പൂനും കൊച്ചിനും വയ്യെന്നുള്ള കാര്യം മനസ്സിലായത്. വേഗം തന്നെ വാരി കോരി എടുത്ത് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കുഞ്ഞിനെ. അപ്പോഴേക്കും അവരെല്ലാവരും എന്താണെന്ന് ചോദിച്ചു വന്നെങ്കിലും അപ്പോൾ ഇവരോട് ആരോടും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇവർ പോകാൻ തുടങ്ങിയപ്പോൾ ആരും വരണ്ടെന്നും പറഞ്ഞ് അപ്പവും ഹരിയും കൂടെ കുഞ്ഞിനെയും കൊണ്ട് പോന്നു. അങ്ങനെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് ശ്വാസതടസ്സവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ടെൻഷനും ഇതൊക്കെ വന്നതിൻ്റെ പേരിലാണെന്നുള്ള കാര്യം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് വേഗം തന്നെ ഓക്സിജൻ മാസ്ക് ഒക്കെ കൊടുത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേവിയോടുള്ള വാശിക്ക് അല്ലെങ്കിൽ ദേവിയോട് പകരം വീട്ടാനായിട്ട് സ്വന്തം കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പു. അത്രത്തോളം നികൃഷ്ടമായ മനസ്സിനുടമയായി മാറി അപ്പു. ആ രീതിയിൽ ഡോക്ടർ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പു അവിടെ ഇരുന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുക. അങ്ങനെ നിലവിളിച്ചിട്ട് എന്താ കാര്യം? ആ കുഞ്ഞിന് ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരിയായതും അപ്പു തന്നെയല്ലേ. അങ്ങനെ ഇവരുടെ ആ ഒരു ജീവിത പ്രശ്നം കൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ആ കുഞ്ഞാണ്, ആ കുഞ്ഞു മനസ്സാണ്. അങ്ങനെ ദേവിയാണെങ്കിൽ പിന്നെ ഊണുമില്ല, ഉറക്കവും ഇല്ല, ഇരിക്കപ്പുറത്തും ഇല്ല. ആരെ വിളിക്കും, എങ്ങനെ വിളിക്കും? ഹരിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അപ്പുവിന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവരാകെ ടെൻഷനായിട്ട് അങ്ങനെ ഇരിക്കുക. ഇവർക്ക് ഓടിച്ചെല്ലാം പേടി. കാരണം അപ്പു ഇനി അവിടെ വെച്ച് ഇവരെ അപമാനിച്ചാൽ അതും ഒരു പ്രശ്നമാവില്ലേ. അപ്പോൾ പിന്നെ എങ്ങനെ ഇവർ പോകും? അങ്ങനെ ഇവർ മൊത്തത്തിൽ വീട്ടിലാണെങ്കിൽ ഒരു സ്വസ്ഥത ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ കുടുംബം തല്ലി പിരിഞ്ഞ് നാമാവിശേഷമായെന്ന് തന്നെ പറയാം. ഇതൊക്കെ കണ്ട് ഇവർ എന്നേ നശിക്കാൻ കാത്തിരുന്ന കുറേ ആൾക്കാരുണ്ട്. ഭദ്രൻ, അതുപോലെ തന്നെ തമ്പി, ഇവർക്കൊക്കെ ഒരുപാട് സന്തോഷമാകാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനുകളും അതുപോലെ ഈ കഥയിൽ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അതിനുശേഷം അതിനുള്ള പരിഹാരം തേടുകയും അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനോട് കൂടിയൊക്കെ നമ്മുടെ ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഥ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ക്ലൈമാക്സ് ആകുമ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് എന്ന് കണ്ടറിയണ്ടേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി സൺഡേ.